friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മുടെ ഡിസ്കൗണ്ട് സെയിലായിരുന്നു. ആ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഫേസ്ബുക്ക് പേജ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റും സെക്കൻഡും ആൾക്കാരെ തിരഞ്ഞെടുക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്ന് വൈകിട്ട് 8 മണിക്കാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുക, റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ റിസൾട്ട് കാണാൻ എല്ലാവരും ഒന്ന് ചാനൽ കയറി നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സാരീസ് എല്ലാം ക്രിസ്മസ് തീമിലാണ്, എന്ന് വെച്ചാൽ ക്രിസ്മസ് ബേസ്ഡ് സാരീസ് ആണ്. വൈറ്റ് ആൻഡ് റെഡ് സാരീസ് മാത്രമാണ് കാണുന്നത്. അതിനകത്ത് വർക്ക് ആണെങ്കിലും റെഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള വർക്ക്. ഇപ്പോൾ സാരി റെഡ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് വൈറ്റ് കളർ വർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ വൈറ്റ് കളർ സാരി ആണെങ്കിൽ റെഡ് കളർ വർക്ക് ആയിരിക്കും. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ആണ്. അപ്പോൾ ഡെയിലി വെയർ പർപ്പസിനായിട്ടുള്ളത് തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. എന്നും പറഞ്ഞ പോലെ തന്നെ ഇതും റെഡി ഫോർ സെയിൽ ആയിട്ടുള്ള സാരീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സാരിയാണ് താല്പര്യം എന്ന് വെച്ചാൽ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ ഒരു വൈറ്റ് സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് റെഡ് കളർ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. ചെറി ഡിസൈൻ പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സിൽക്കി കോട്ട സാരിയുടെ അകത്ത് ഇത് ഇതുപോലെയാണ് സാരി വന്നിരിക്കുന്നത്. മുന്താണി ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ചെറിയുടെ ഡിസൈനിലായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇലകളും ഇതായിട്ട് ഇങ്ങനെ നിറച്ചും ചെറി ഉണ്ടായി കിടക്കുന്ന മാതിരിയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. അങ്ങനെ മുന്താണിയുടെ ഒരു സൈഡിൽ ഇത്രയും വലിയ ഡിസൈനും മറു സൈഡിൽ അതിൻ്റെ ഒരു കുറച്ചും കൂടെ മിനിയേച്ചർ വേർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു കുഞ്ഞ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് രണ്ട് മുന്താണിയിലും രണ്ട് സൈഡിലും ഇതുവരെയാണ് വർക്ക് വരുന്നത്. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്, അല്ല റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ അതിലും കുറച്ചുകൂടെ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലീവ്സ് ഒക്കെ നമ്മൾ നല്ലോണം തിക്കായിട്ട് തന്നെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ചെറിയായിട്ട് നമ്മൾ തയ്ച്ചിരിക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രീൻ, റെഡ് ആൻഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഒത്തിരി തെറിച്ച് നിൽക്കുന്ന ഗ്രീൻ അല്ല കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് റണ്ണിങ് പോർഷനിൽ വന്നിട്ട്. ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ 2 ഡിസൈനാണ് വന്നിരിക്കുന്നത് ഷോൾഡർ പ്ലീറ്റിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസ്, കുഞ്ഞു 2 ചെറി തൂങ്ങി കിടക്കുന്ന മാതിരിയുള്ള ഡിസൈൻസാണ് നമ്മൾ ബോർഡറിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തേക്കുന്ന പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫുൾ സാരിയുടെ പ്ലീറ്റ്സിലും ബോട്ടം പ്ലീറ്റ്സിലൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ഡിസൈൻസ് നമുക്ക് കാണാം. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലോട്ട് വന്നപ്പോഴും ഇതുപോലെ തന്നെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വന്നിരിക്കുന്നത്. ഈ സാരി വിത്ത് ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത്. സാരിയുടെ ബ്ലൗസ് പീസിലും നമ്മൾ വർക്ക് കുഞ്ഞു ചെറിയ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് സ്ലീവിലെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ചെറിയ പാറ്റേൺസ് ആണ് ഇത് സ്ലീവിൻ്റെ കൈയിൻ്റെ താഴെ പടിയിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2349 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇത് സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. അടുത്തത് വീണ്ടും വൈറ്റ് തന്നെയാണ്, പക്ഷെ മെറ്റീരിയൽ ചെക്ക് കോട്ടയാണ്. ഇതിൻ്റെ അകത്തൊരു വലിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ഡിസൈൻസ് ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തിരിക്കുന്നത് വലിയൊരു ഡിസൈനുമാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ഡിസൈൻസ് കുറവായിരിക്കും, പക്ഷെ സൈസ് ഭയങ്കര വലുതും. അത് ഇതുപോലെയാണ് ഡിസൈൻ മുന്താണി വന്നിരിക്കുന്നത്. ഒരു വലിയ ഡിസൈനാണ്. അതിൻ്റെ അകത്ത് റെഡ് ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ് ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നത്. നടുക്ക് യെല്ലോ ഫ്രഞ്ച് നോട്ടുമാണ്. ലേസി ഡേസി ഫ്ലവേഴ്സാണ് സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഗ്രീൻ നല്ല ബ്രൈറ്റ് ഗ്രീനുമാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 തരത്തിലുള്ള ലീവ്സ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ലീവ്സ് ആയിട്ട് അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ലീഫ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇത് മുന്താണിയുടെ ഒരു സൈഡാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിറച്ചും വലിയ ഡിസൈൻ ആയതുകൊണ്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ നമ്മളൊന്നും തയ്ച്ചിട്ടില്ല. പിന്നെ വരുന്നത് മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിൽ ഒരു കുഞ്ഞു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഈ ഒരു ലെങ്ത്തേ ഉള്ളൂ. മറു സൈഡിൽ വലിയ ഡിസൈനല്ല. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിലും മുന്താണിയിൽ കണ്ടോർത്ത് തന്നെ ഒരു വലിയ ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതും അത് ഞെറിഞ്ഞുടുക്കുമ്പം ഇത് ഫുള്ളും നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുമ്പോൾ വേറെ ഒത്തിരി ഒരു ഡിസൈനും കൂടി ഇതുപോലെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വൃത്തികേടാവും. ഒത്തിരി ഫ്ലവേഴ്സ് ആയി പോകും, അത് കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ഒറ്റ ഫ്ലവറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലും. ഇത് പിന്നെ കാലിൻ്റെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്.
ഇതുപോലെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ഡിസൈൻ തന്നെയാണ് കാലിലും കൊടുത്തിരിക്കുന്നത്. ഇത് ഇത് ഷോൾഡറിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ മുന്താണിയിലുള്ള ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് ഓൾമോസ്റ്റ് 20 ഇഞ്ചസ് ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും ഡിസൈൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന് നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇടാം. വൈറ്റ് ഇടാം, അല്ലെങ്കിൽ ഈ കളർ ഇടാം, അല്ലെങ്കിൽ പിങ്ക് ഇടാം. ഏത് കളർ ബ്ലൗസ് ആണെങ്കിലും ഇതിന് ചേർന്നോളും. വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഏത് കളർ ബ്ലൗസ് ആണെങ്കിലും ചെയ്യും. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 2349 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഇനി നമുക്ക് റെഡാണ് കാണുന്നത്. റെഡിൻ്റെ അകത്ത് വൈറ്റ് കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്ന സാരീസാണ്. ഇത് സിൽക്കി കോട്ടയാണ്, റെഡ് സിൽക്കി കോട്ടയാണ്. ഇതിൻ്റെ അകത്ത് ഇതുപോലെയാണ് വൈറ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണി വന്നിരിക്കുന്നത്. വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ, വൈറ്റ് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ മുന്താണിയുടെ ഒരു സൈഡിൽ ഇതുപോലത്തെ ഡിസൈനും മറു സൈഡിൽ ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. മറു സൈഡിൽ ഇങ്ങനെ ഒരു 3 ഫ്ലവർ ഡിസൈനുമാണ് മറു സൈഡിൽ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ബഞ്ചാണ്. ഇവിടെ 3 ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു 3 ഫ്ലവർ ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെഡിൻ്റെ അകത്ത് വൈറ്റ് ഫ്ലവേഴ്സ് വന്നപ്പോൾ വൈറ്റുമാണ്, അതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റ്, ഒത്തിരി ഡാർക്ക് ഗ്രീൻ അല്ല, ലൈറ്റ് ഗ്രീൻ ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ വന്നപ്പം നല്ലോണം എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ മുന്താണിയിൽ മാത്രമാണ് ആ വലിയ ഡിസൈൻ വരുന്നുള്ളൂ. പിന്നെ ഷോൾഡർ പ്ലീറ്റിലൊക്കെ ഈ 3 ഫ്ലവർ ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ 3 ഡിസൈനാണ് ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലത്തെ 4 എണ്ണം അടുപ്പിച്ച് 4 എണ്ണം ആണ് അടുപ്പിച്ച് ഷോൾഡർ പ്ലീറ്റിൽ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സാണ് തയ്ച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്തല്ല, പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇങ്ങനെ ഇവിടെയുണ്ട്. അതുപോലെ ബോർഡറിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് തയ്ച്ചിട്ടുണ്ട് പ്ലീറ്റ്സിൻ്റെ ഇടയിൽ കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് അവിടെ ഇതുപോലത്തെ ഒരു ഡിസൈൻ. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല. ഇതിന് കോട്ടൺ സിൽക്കിൻ്റെ റെഡ് ഇട്ടാൽ നല്ലതായിരിക്കും. പ്യോർ വൈറ്റ് ഇടുന്നേക്കാളും നല്ലത് റെഡ് തന്നെ ഇടുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ ഇനി പ്യോർ വൈറ്റ് ഇട്ടാൽ തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പൈപ്പിങ്ങോ റെഡ് പൈപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതും ഈ സെയിം കളർ മെറ്റീരിയലും സെയിം കളർ മെറ്റീരിയലാണ് റെഡ് മെറ്റീരിയൽ, സിൽക്കി കോട്ട തന്നെ. അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് ഓഫ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വൈറ്റ് ഉണ്ട്, ബേബി പിങ്ക് ഉണ്ട്, ലാവൻഡർ ഉണ്ട്, അങ്ങനെ പലതരത്തിലും ഉള്ള കളേഴ്സും വെച്ചിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. മുന്താണിയിൽ നിറച്ചും വലിയ ഡിസൈനാണ്, ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ഡിസൈനാണ്. അതിൻ്റെ അകത്ത് പല ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ലാവൻഡർ ഉണ്ട്, ഒരു പീച്ചിഷ് കളർ ഉണ്ട്. ഇതിനൊക്കെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് ഫ്ലവേഴ്സിന് കൊടുത്തേക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ നടുക്ക് കൊടുത്തേക്കുന്ന ഫ്രഞ്ച് നോട്ടിനാണെങ്കിലും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്. ഗ്രീൻ കൊടുത്തേക്കുന്ന ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ ആണ്, അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയിൽ വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിലായപ്പോൾ അതിൻ്റെ കുഞ്ഞിതാണ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ അതിങ്ങനെ ലാവിഷായിട്ട് നമ്മൾ നിറച്ചും ഒന്ന് തയ്ച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാൽ നിറച്ചും പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ്. കാരണം പലതും പല ലെങ്ത്തിലൊക്കെ ആയിട്ട് കയറി ഇറങ്ങിയൊക്കെയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഫുൾ ഷോൾഡർ ഫ്രണ്ട് ഫുള്ളും ഇതുവരെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് പിന്നെ ഡിസൈൻ വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും അത്യാവശ്യം നമ്മൾ പല ലെങ്ത്തിലായിട്ട് ഇതുവരെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1989 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അടുത്തത് ഒരു സിൽക്കി കോട്ടയുടെ തന്നെ റെഡ്. ഇപ്പോൾ കണ്ടത് റെഡിനേക്കാളും കുറച്ചും കൂടെ ഡീപ്പ് മെറൂൺ ഷെയ്ഡും കൂടെ കലർന്ന ഒരു റെഡാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ഷാഡോ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വൈറ്റ് കളർ ത്രെഡും കൊണ്ട് ഷാഡോ വർക്ക് ചെയ്തിട്ട് മസ്റ്റർഡ് യെല്ലോ കളറും കൊണ്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിന്ന് കണ്ടിരിക്കുന്ന എല്ലാ സാരിയുടെയും വൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സാരിക്കും നമ്മൾ ലൈറ്റ് കളർ ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനാണ് നമ്മുടെ മുന്താണിയുടെ ഒരു സൈഡിൽ.
പിന്നെ നടുക്ക് പോർഷനായിട്ട് ഒരെണ്ണമുണ്ട്, മുന്താണിയുടെ നടുക്ക് ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ മറു സൈഡിലത്തെ മുന്താണിയിലും ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ മുന്താണിയിൽ മൊത്തത്തിൽ 3 ഡിസൈനാണ് ഇതുപോലത്തെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഡിസൈനുണ്ട്. ഈ സാരി ഫുള്ളും ഇതുപോലത്തെ ഡിസൈനിങ് പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലോട്ടാണ്. ഷോൾഡർ പ്ലീറ്റിൽ വരുമ്പം ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 എണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അപ്പോൾ റണ്ണിങ് പോർഷനിൽ കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണമാണ് വരുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിലും ചെസ്റ്റിൻ്റെ ഇവിടെയും ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇത് നല്ല ഒത്തിരി തെറിച്ച് നിൽക്കുന്നതല്ല, എന്ന് വെച്ചാൽ ഷാഡോ വർക്ക് ആയതുകൊണ്ട് ഒത്തിരി തെറിച്ച് നിൽക്കുന്നില്ല. പക്ഷെ വളരെ നല്ല ഭംഗിയായിട്ടാണ് വന്നേക്കുന്നത്. റെഡിൻ്റെ അകത്ത് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഡിസൈനും കഴിഞ്ഞിട്ട് പിന്നെ കാലിൻ്റെ അവിടെ മൊത്തത്തിൽ ഈ സാരിയിൽ 11 ഡിസൈനാണ് വന്നിരിക്കുന്നത്. കാലിൻ്റെ അവിടെ ഇതുപോലെ തന്നെ 2 ഡിസൈൻ വന്നിട്ടുണ്ട്. റൈറ്റ് ലെഗും ലെഫ്റ്റ് ലെഗും ആയിട്ട് 2 ഡിസൈനാണ് കാലിൻ്റെ അവിടെ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 11 ഡിസൈൻസ് ആണ് ഉള്ളത് ഷാഡോ വർക്കിൻ്റെ. അപ്പോൾ ഇതും റെഡി ഫോർ സീലാണ്. ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഇത് ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2449 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.